ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു KFC ചിക്കനാണ്. KFC ചിക്കൻ്റെ ലുക്ക് മാത്രമല്ല അതേ ടേസ്റ്റും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇതിനകത്ത് ചേർക്കണം. ആ ബേക്കിംഗ് സോഡ ചേർത്താൽ മാത്രമേ ആ റിയൽ ലുക്ക് കിട്ടത്തുള്ളൂ. നല്ല ക്രിസ്പിയും ഫ്ലേക്കിയുമാണ് ഈ KFC ചിക്കൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് KFC ചിക്കൻ ഉണ്ടാക്കി തുടങ്ങാം. KFC ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 8 പീസ് ചിക്കൻ തൈയാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ തൈ എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കാലും എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളവർ എടുക്കാം. ഞാനിപ്പോഴും 8 പീസാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ഞാനൊരു ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിക്കുകയാണ്. നമുക്ക് ആദ്യം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി. ലെമൺ പിഴിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർക്കുക. ഉപ്പ് ചേർത്ത് ഇനി നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ചിക്കൻ തൊലിയോടെ തന്നെ എടുക്കണം, തൊലി കളയരുത്. ഇത് നമുക്ക് അവിടെ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 20 മിനിറ്റ്സ് വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് എടുക്കണം. 2 എഗ്ഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ എഗ്ഗ് എടുക്കുക. അപ്പോൾ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയാണുള്ളത്. അത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക്. ഇനി ഒരു ബൗളിൽ ഞാനിത് 1.25 കപ്പുണ്ട് മൈദപ്പൊടി. ഞാനിത് ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മൈദപ്പൊടി എടുക്കുക. അത്രയും എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനിപ്പം 1 ടീസ്പൂൺ ഗാർലിക് പൗഡറാണിത്, അതങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചർ പൗഡറാണ്, അതും 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചേർക്കാൻ പോകുന്നത് തൈമാണ്, ഡ്രൈ തൈമാണ്. അതും ഒരു ടീസ്പൂൺ അതും ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്ന ഒറിഗാനോ ആണ്, അതും 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി പാപ്രിക്കയാണ് ചേർക്കുന്നത്. ഇത് സ്മോക്ഡ് പാപ്രിക്കയാണ്. അതൊരു 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് വൈറ്റ് പെപ്പറാണ്. വൈറ്റ് പെപ്പർ 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോഡ പൗഡറാണ്, അതും ചേർത്തു. നമ്മൾ സാധാരണ സോഡാപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്, സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാകണം. നന്നായിട്ടിപ്പോൾ ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ എടുത്ത് ജസ്റ്റ് നമ്മൾ കൂട്ടി വെച്ചിരുന്ന പൊടിയിൽ ഒന്ന് മുക്കണം. എന്നിട്ട് കൂടുതൽ എന്തെങ്കിലും പൊടിയുണ്ട് അതെല്ലാം ഒന്ന് തട്ടിക്കളയണം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ കൂട്ടുണ്ടല്ലോ, അതിനകത്തോട്ട് നന്നായിട്ടൊന്ന് മുക്കിയിട്ട് വീണ്ടും നമ്മുടെ ഈ പൊടിയിലോട്ട് തന്നെ മുക്കണം. ഇങ്ങനെ മുക്കിയാൽ പോരാ, നല്ലോണം ഇങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ പിടിപ്പിക്കണം. ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഇതിലോട്ട് പിടിപ്പിക്കുക. ഇങ്ങനെ പിടിപ്പിച്ചാലേ പിടിച്ചു കിട്ടത്തുള്ളൂ. എന്നിട്ട് ആ പൊടിയെല്ലാം ഒന്ന് തട്ടിക്കളഞ്ഞിട്ട്, കൂടുതലായിട്ട് എന്തെങ്കിലും പൊടിയുണ്ടെങ്കിൽ അതൊന്ന് തട്ടിക്കളയുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനിടണം.
ഇതുപോലെ ഓരോ ചിക്കനും എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പകുതി വേഗമാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടണം. ഇപ്പോൾ ഇതൊരു 12 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിത് എടുക്കുവാണ്. ഇത് നോക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതെല്ലാം നല്ല ക്രിസ്പി, നമ്മുടെ KFC വാങ്ങുന്ന പോലെ തന്നെയുണ്ട്. ഇതിൻ്റെ പുറത്തുള്ളതൊക്കെ നോക്ക് നന്നായിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കിയും വറുത്തെടുക്കാം. ഒത്തിരി എണ്ണം ഒരുമിച്ച് വറുത്തെടുക്കരുത്, അതെല്ലാം ഒട്ടിപ്പിടിക്കുകയെല്ലാം ചെയ്യും. പിന്നെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. ഇതുപോലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള എല്ലാ റെസിപ്പികൾ ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.